ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നിങ്ങൾ എന്നാ വരാന്ന് എല്ലാരും ചോദിക്കണ്ട്. അനിയന്റെ കല്യാണമായിട്ടും ആള് വരൂല എന്നാ ചോദിക്കുന്നത്. ആ, കമ്പനിയില് പറഞ്ഞിട്ടുണ്ട്. 3-4 മാസത്തെ ശമ്പളം പെൻഡിങ്ങിലുണ്ടല്ലോ. അപ്പോ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോ പോയിട്ട് ഞാൻ വിളിക്കുന്നുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യ്. ഓക്കെ. ഹലോ. ആ, എല്ലാം ക്ലിയർ ആയി കേട്ടോ. കമ്പനിയിൽ നിന്ന് പേയ്മെന്റ് എല്ലാം ക്ലിയർ ആയി. ടിക്കറ്റ് കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ കയറും. ഓക്കെ, ദുആ ചെയ്യും. പറയടി. എനിക്കും മനസ്സിലാവുന്നുണ്ട്. എന്ത് ചെയ്യാ, ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നീ അറിയുന്നതല്ലേ. തൽക്കാലം നീ ബാങ്കുകാരോട് 1 മാസം കൂടി അവധി ചോദിക്കും. ഈ പ്രാവശ്യം സ്കൂൾ ഫീസും പുസ്തകമെല്ലാമായിട്ട് ഒരുപാട് കാശ് വേണ്ടതല്ലേ. പണിയും വളരെ കുറവാ. ആരോടും കടം ചോദിച്ചാൽ ഒന്നും കിട്ടാനുമില്ല. എന്ത് ചെയ്യാനാ. എടി, നീ വിഷമിക്കണ്ട. പിന്നെ ഞാന് റൂമിലെ കൂട്ടുകാരനോട് ചോദിച്ചിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോ ശരിയാവും. അപ്പോഴത് ഞാൻ അയക്കാട്ടോ. എടി, ഞാൻ നിന്നെ വിളിക്കാം. ഒരാൾ കൈ നീട്ടുന്നുണ്ട്, ഞാൻ നോക്കട്ടെ. എവിടേക്കാ സാറേ? ഒന്ന് ഫാഹിൽ വരെ പോകണം. ഓക്കെ സാർ, കയറിക്കോ. താങ്ക് യു. എടാ ആശ്രേ, നീ ട്രാവൽസിലുണ്ടോ? വൈകുന്നേരത്തേക്ക് ഒരു ടിക്കറ്റ് നോക്ക് കേട്ടോ. അതെ അതെ, കമ്പനിയിൽ നിന്ന് സാലറി എല്ലാം കിട്ടി. ഓക്കെ ഓക്കെ. ഇല്ല കണക്ഷൻ വേണ്ട. പെട്ടെന്ന് തന്നെ നാട്ടിലെത്താം. കല്യാണമല്ലടാ. ഞാൻ മാത്രമേ അവിടെ ഇല്ലാത്തുള്ളൂ. നീ നോക്കിയിട്ട് പറ. ഓക്കെ. നാട്ടിൽ പോവാണല്ലേ? അതെ അതെ, അനിയന്റെ കല്യാണമാണ്. ഓഹോ, അത് ശരി. എല്ലാരും എത്തി, ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു ചായ തന്നെ. അയ്യോ, പേഴ്സ് പോയല്ലോ. പേഴ്സ് കാണുന്നില്ലല്ലോ. പേഴ്സ് പോയി. അയക്ക ചായ വേണ്ട കേട്ടോ. അത് കുഴപ്പമില്ല. ഞാൻ പേഴ്സും പൈസ ഒക്കെ നഷ്ടപ്പെട്ടു. ആകെ വലഞ്ഞു. കുറെ അലഞ്ഞു, ഇതുവരെ കിട്ടിയില്ല. കാലത്ത് നാട്ടിൽ പോകാൻ നിൽക്കണം.
എങ്ങനെ നാട്ടിൽ പോകുന്ന അറിയില്ല. ടിക്കറ്റൊക്കെ ഇന്നെടുത്തു, സാലറി എല്ലാം കിട്ടി, ഓക്കെ ആയതായിരുന്നു. ടാക്സി കയറിയത് ഓർമ്മയുണ്ട്. എവിടെ നഷ്ടപ്പെട്ടെന്ന് ഒരു പിടുത്തമില്ല. കുറെ അന്വേഷിച്ചു. ടാക്സിക്കാരോട് കുറെ പേരോട് ചോദിച്ചു, പക്ഷെ ഒരു ഐഡിയ ഇല്ല. അതോർത്ത് വിഷമിക്കണ്ട, പോയത് നമുക്ക് അന്വേഷിക്കാം. എന്റെ നസീബ് പോലെ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കിട്ടിയിരിക്കും. ഇൻഷാ അല്ലാ. ഹലോ, എടാ അഫ്സലേ, എനിക്ക് വണ്ടിയിൽ നിന്ന് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് കാശും ബാങ്ക് കാർഡൊക്കെ ഉണ്ട്. സിവിൽ ഐ ഡി ഉണ്ട്. അതിൽ അയാളെ മുഖം കണ്ടിട്ട് ഞാൻ വൈകിട്ട് ഇയാൾ അങ്ങോട്ട് കൊണ്ടുപോയി തോന്നുന്നു. അയാൾ എന്നോട് ഇതും പറഞ്ഞു, നാളെ നാട്ടിലോട്ട് പോവുകയാണെന്നും പറഞ്ഞു. എങ്ങനെയാണ് കൊടുക്കുക ഇത്? പാവം. എന്ത്? ഓക്കെ, എന്നാ ഞാനൊന്ന് എക്സ്ചേഞ്ചിൽ പോയി നോക്കട്ടെ. സിവിൽ ഐ ഡി ഉണ്ട് എൻ്റെ കയ്യിൽ. ഓക്കേടാ, ഓക്കെ ബൈ. ഇതാരാ ഇപ്പൊ ഇത്? ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഹാരിസ് ഖാൻ അല്ലേ? അതെ, ഹാരിസാണ്. ഹാരിസ് ഖാ, എന്റെ വണ്ടിയിൽ നിന്ന് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. പേഴ്സ് എവിടുന്ന് കിട്ടി? ഞാൻ ഇവിടെ തന്നെ മെഹബൂലയിലുണ്ട്. നിങ്ങൾ എവിടെ? ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങളെ സിവിൽ ഐ ഡി പേഴ്സ് നിന്ന് കിട്ടിയിരുന്നു. അത് അടുത്തുള്ള എക്സ്ചേഞ്ചിൽ പോയി കാണിച്ചപ്പോഴാണ് നിങ്ങളെ കോണ്ടാക്ട് നമ്പർ കിട്ടിയത്. അതാ ഞാൻ നിങ്ങളെ വിളിച്ചത്. വേണ്ട, എൻ്റെ വണ്ടിയുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് വരാം ഇപ്പൊ. ഓക്കെ. പേഴ്സ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചത്. ഇപ്പൊ അയാൾ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, നിങ്ങളെ നാവ് പൊന്നാവട്ടെ. ഇക്ക, നഷ്ടപ്പെട്ടതാണെങ്കിൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. നാട്ടിൽ വൈഫാ എന്റെ. ഹലോ എടി, ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. ഹാരിസ് ഖാ, ഇതാ നിങ്ങളെ പേഴ്സ്. സന്തോഷമല്ലേ? നിങ്ങൾ സന്തോഷമായിട്ട് നാട്ടിൽ പറ്റുക. അനുഗ്രഹിക്കും. പടച്ചോന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവട്ടെ. അമീൻ. ഹലോ, പൈസയുടെ കാര്യമൊന്നും ആയില്ലടി, നാളെ ആവട്ടെ. പടച്ചോൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമോ? നീ കിടന്നോ, ഞാൻ വിളിക്കാനാണ്.